ജോബ് 17 അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ മനസ്സ് നുറങ്ങിയിരിക്കുന്നു, എൻ്റെ ദിനങ്ങൾ തീർന്നിരിക്കുന്നു. ശവകുടീരം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു. പരിഹാസകർ എന്നെ വളയുന്നു. അവരുടെ പരിഹാസം ഞാൻ നിസ്സഹായനായി നോക്കിയിരിക്കുന്നു. അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ. മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക? അങ്ങ് തന്നെ അവരുടെ ബോധത്തെ അന്ധമാക്കിയതുകൊണ്ട് എന്നെ ജയിക്കാൻ അവരെ അനുവദിക്കരുതേ. സ്നേഹിതൻ്റെ സ്വത്തിൽ പങ്കു കിട്ടാൻ വേണ്ടി അവനെ ഒറ്റുകൊടുക്കുന്നവൻ്റെ സന്തതികളുടെ കണ്ണ് അന്ധമായി പോകും. അവിടുന്ന് എന്നെ ജനതകൾക്ക് പഴമൊഴിയാക്കി തീർത്തു. ആളുകൾ എൻ്റെ മുഖത്ത് തുപ്പുന്നതിനിടയായി. ദുഃഖാകിയത്താൽ എൻ്റെ കണ്ണുകൾ മങ്ങി, എൻ്റെ അവയവങ്ങൾ നിഴൽ പോലെയായി. ഇത് കണ്ട് നീതിമാന്മാർ പരിഭ്രാന്തരായി തീർന്നു. നിഷ്കളങ്കൻ അധർമ്മിയുടെ നേരെ കോപിക്കുന്നു. നീതിമാൻ തൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു. നിർമ്മല കരങ്ങളുള്ളവർ അടിക്കടി കരുത്ത് നേടുന്നു. നിങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നാലും നിങ്ങളിൽ ഒരു ജ്ഞാനിയും ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ദിനങ്ങൾ കടന്നുപോയി, എൻ്റെ പദ്ധതികൾ ഹൃദയഭിലാഷങ്ങളും തകർന്നു. അവർ രാത്രിയെ പകലാക്കുന്നു, പ്രകാശം അന്ധകാരത്തോടുകൂടിയിരിക്കുന്നു എന്നവർ പറയുന്നു. പാതാളത്തെ ഭവനമായി ഞാൻ കാണുന്നുവെങ്കിൽ, അന്ധകാരത്തിൽ ഞാൻ എൻ്റെ കിടക്ക വിരിക്കുന്നുവെങ്കിൽ, ശവക്കുഴിയോട് നീ എൻ്റെ പിതാവാണെന്നും പുഴുവിനോട് നീ എൻ്റെ അമ്മയാണ്, സഹോദരിയാണെന്ന് പറയുന്നുവെങ്കിൽ, എൻ്റെ പ്രതീക്ഷ എവിടെ? എൻ്റെ പ്രത്യാശ ആര് കാണും? അത് പാതാള കവാടം വരെ എത്തുമോ? പൊടിയിലേക്ക് എന്നോടൊത്ത് വരുമോ? ജോബ് 18 അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ശൂഹനായ ബിൽദാദ് പറഞ്ഞു, എത്ര നേരം നീ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും? നീ ശ്രദ്ധിക്കുമെങ്കിൽ ഞങ്ങൾ പറയാം. എന്തുകൊണ്ട് നീ ഞങ്ങളെ മൃഗങ്ങളായി എണ്ണുന്നു? എന്തുകൊണ്ട് ഭോഷന്മാരായി ഞങ്ങളെ കണക്കാകുന്നു? കോപാവേശത്താൽ തന്നെ ചീന്തിക്കളയുന്ന നിനക്ക് വേണ്ടി ഭൂമി പരിത്യക്തമാക്കണമോ? പാറയെ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കണമോ? ദുഷ്ടൻ്റെ പ്രകാശം കെടുത്തിരിക്കുന്നു, അവൻ്റെ അഗ്നി ജ്വലിക്കുന്നില്ല. അവൻ്റെ കൂടാരത്തിൽ പ്രകാശം ഇരുളായി മാറിയിരിക്കുന്നു. അവന് മുകളിലുള്ള ദീപം കെടുത്തിരിക്കുന്നു. ദൃഢമായിരുന്ന അവൻ്റെ പാദങ്ങൾ ഇപ്പോൾ പതറുന്നു. അവൻ്റെ പദ്ധതികൾ തന്നെ അവനെ നശിപ്പിക്കുന്നു. അവൻ നടന്നു ചെന്ന് വലയിൽ കുടുങ്ങുന്നു. അവൻ ചതിക്കുഴിയുടെ മീതെയാണ് നടക്കുന്നത്. കുരുക്ക് അവൻ്റെ കുതികാലിൽ വീഴുന്നു. അവൻ കുടുക്കിലകപ്പെടുന്നു. അവനെ കുടുക്കാൻ തറയിൽ കയർ ഒളിച്ചു വച്ചിരിക്കുന്നു. പാതയിൽ ഒരു കെണിയും. എല്ലാ വശത്തു നിന്നും കൊടും ഭീതികൾ അവനെ ഭയപ്പെടുത്തുകയും വേട്ടയാടുകയും ചെയ്യുന്നു. വിശപ്പ് കൊണ്ട് അവൻ്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. വിനാശം അവൻ്റെ ഇടർച്ച കാത്തിരിക്കുന്നു. രോഗം അവൻ്റെ ചർമ്മത്തെ കാർന്നു തിന്നുന്നു. മൃത്യു അവൻ്റെ അവയവങ്ങളെയും. അവൻ ആശ്രയിച്ചിരുന്ന കൂടാരത്തിൽ നിന്ന് അവൻ പറിച്ചു മാറ്റപ്പെടും. ഭീകരതയുടെ രാജാവിൻ്റെ അടുത്തേക്ക് അവൻ നയിക്കപ്പെടും. അന്യർ അവൻ്റെ കൂടാരത്തിൽ വസിക്കും. അവൻ്റെ ഭവനത്തിന്മേൽ ഗദ്ഗം വർഷിക്കപ്പെടും. അവൻ്റെ വേരുകൾ ഉണങ്ങിപ്പോകും. അവൻ്റെ ശാഖകൾ വാടി ഉണങ്ങും. ഭൂമിയിൽ നിന്ന് അവൻ്റെ സ്മരണ മാഞ്ഞു പോകും. തെരുവീതിയിൽ അവൻ്റെ പേരില്ലാതാകും. പ്രകാശത്ത് നിന്ന് അന്ധകാരത്തിലേക്ക് അവനെ തള്ളിയിടുകയും ലോകത്ത് നിന്ന് അവനെ ഓടിച്ചു കളയുകയും ചെയ്യും. സ്വജനത്തിൻ്റെ ഇടയിൽ അവന് സന്തതികളോ പിൻഗാമികളോ ഉണ്ടായിരിക്കുകയില്ല. അവൻ്റെ പാർപ്പിടത്തിൽ ആരും അവശേഷിക്കുകയില്ല. അവൻ്റെ ദിനം കണ്ട് പടിഞ്ഞാറുള്ളവർ പരിഭ്രാന്തരാകും, കിഴക്കുള്ളവർ സംഭീതരാകും. അധർമ്മികളുടെ പാർപ്പിടങ്ങൾ ഇങ്ങനെയാണ്. ദൈവത്തെ അറിയാത്തവരുടെ സ്ഥലത്ത് ഇത് സംഭവിക്കും.